എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻറ്റ് സാറ്റ എന്ന കോഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്പീച്ചിൻ്റെയും ഹിയറിങ്ങിൻ്റെയും ഡെഫിനിഷനാണ് സംസാരിച്ചത്. കൂടെ ലാംഗ്വേജ് എന്താണ് എന്ന കാര്യവും നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്ന കോഴ്സിൻ്റെ പഠനത്തിന് മുമ്പായി എന്താണ് സ്പീച്ച് എന്നും എന്താണ് ലാംഗ്വേജ് എന്നും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ സംസാരത്തിനും ഭാഷയ്ക്കും കേൾവിക്കുള്ള റോൾ എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ തുടർന്നുള്ള പഠനത്തിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റുകൾ അനായാസമായി മനസ്സിലാക്കുന്നതിന് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 4th ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹിയറിങ്ങും സ്പീച്ചും ലാംഗ്വേജും ഈ 3 ആസ്പെക്റ്റുകളും ശരിക്കും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു കുട്ടി ശരിയായ കേൾവിയിലൂടെയാണ് സംസാരം പഠിക്കുന്നത്. ആ സംസാരത്തിൻ്റെ ബേസിലാണ് ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് നോർമൽ ആൻഡ് ഡിസോർഡേഴ്സ് ഫങ്ഷനിങ് ഓഫ് ദ ഓഡിറ്ററി സിസ്റ്റം, സ്പീച്ച് മെക്കാനിസം ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഈ ഒരു ഓഡിയോ തെറാപ്പി സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്ന കോഴ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഡിറ്ററി സിസ്റ്റത്തെക്കുറിച്ചും സ്പീച്ച് മെക്കാനിസത്തെക്കുറിച്ചും ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ചുമാണ്. കേൾവിയെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത്തരത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ എന്നീ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണ് സ്പീച്ച് അഥവാ സംസാരം എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. It is the expression of or the ability to express thoughts and feelings by articulate sounds. ശബ്ദം ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള നമ്മളുടെ എബിലിറ്റിയെയാണ് നമ്മൾ സ്പീച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സ്പീച്ചിൽ അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കോമ്പണൻറ്റുകൾ എന്തൊക്കെയാണ്, അതിനെയാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എൻ്റെ സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എൻ്റെ സംസാരത്തിൽ ശബ്ദമുണ്ട് അല്ലേ? ശബ്ദം മാത്രമേ ഉള്ളൂ? അതുമാത്രമല്ല, ചുണ്ടുകളും പല്ലുകളും അല്ലെങ്കിൽ നാവും എല്ലാം ഒരു കൃത്യമായ അളവിലും കൃത്യമായ വേഗതയിലും ഞാൻ ചലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായി ഉച്ചരിക്കാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ? ഇത് കൂടാതെ എൻ്റെ സംസാരത്തിന് ഒരു വ്യക്തമായ വേഗതയുണ്ട്. വേഗത കൂട്ടിയും വേഗത കുറച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ സംസാരത്തിൻ്റെ 3 കോമ്പണൻറ്റുകളാണ് വോയിസ്, ആർട്ടിക്കുലേഷൻ ആൻഡ് ഫ്ലുവൻസി. വോയിസ് എന്നാൽ നമ്മുടെ ശബ്ദമുണ്ടാവുന്നത് നമ്മുടെ ലാരിങ്സ്, നമ്മുടെ തൊണ്ടയിലുള്ള ലാരിങ്സ് എന്ന ഭാഗത്തിലുള്ള 2 മസിലുകളുടെ പ്രവർത്തനം മൂലമാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ സംസാരിക്കും. മറ്റൊന്ന് ആർട്ടിക്കുലേഷൻ. എന്താണ് ആർട്ടിക്കുലേഷൻ എന്ന് വെച്ചാൽ? ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ്, താടി, പല്ലുകൾ എന്നീ ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ ശബ്ദത്തിനെ മോഡിഫൈ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫ്ലുവൻസി എന്നാൽ നമ്മുടെ സംസാരത്തിൻ്റെ വേഗത. വേഗത കൂട്ടിയും വേഗത കുറച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? ചിലർ വളരെ വേഗത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒത്തിരി സ്പീഡ് കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സംസാരത്തിനൊരു കൃത്യമായ വേഗത ആവശ്യമാണ്. വളരെ സ്ലോയിൽ സംസാരിക്കുന്നതും നമ്മളൊരു നോർമലായിട്ട് കണക്കാക്കുന്നില്ല. ഒരു കൃത്യമായ വേഗതയിലുള്ള സംസാരവും നല്ലൊരു സംസാരത്തിൻ്റെ, നല്ല സംഭാഷണ രീതിയുടെ ഘടകം തന്നെയാണ്. സോ കോമ്പണൻസ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ വോയിസ്, ആർട്ടിക്കുലേഷൻ ആൻഡ് ഫ്ലുവൻസി. അടുത്തത് നമുക്ക് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ലാംഗ്വേജ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജ് ഈസ് എൻ ആർബിട്രറി സിസ്റ്റം ഓഫ് സിംബൽസ് which will use in a sequential order will convey a meaning. കുറേ അർത്ഥങ്ങളുടെ
കുറേ സിംബൽസുകളുടെ ഓർഡറിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അർത്ഥം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഈസ് ദ യൂസ് ഓഫ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സൗണ്ട്സ് ഓർ റിട്ടൺ സിംബൽസ്. അത് കൃത്യമായൊരു ഓർഡറിൽ വയ്ക്കുമ്പോഴേ അതിനെന്തുള്ളൂ, അർത്ഥം വരുന്നുള്ളൂ. അതിൻ്റെ ഓർഡർ മാറ്റുമ്പോൾ ചിലപ്പോൾ അർത്ഥവും വ്യത്യാസം വരുന്നു എന്ന് ചുരുക്കം. ഇനി നമുക്ക് ലാംഗ്വേജിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ സ്പീച്ചിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലാംഗ്വേജിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ഒരു ലാംഗ്വേജിൽ അടങ്ങിയിരിക്കുന്നത്, ഒരു ഭാഷയിൽ എന്തൊക്കെയുണ്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഭാഷയിൽ പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. അവയാണ് ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് ആൻഡ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ വാക്കുകളെല്ലാം തന്നെ പുതിയ വാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറേ പ്രാവശ്യം നമ്മൾ കേൾക്കുകയും കുറേ പ്രാവശ്യം നമ്മൾ ഉച്ചരിച്ച് ശരിക്കും പഠിക്കുകയും ചെയ്യണം. ഇവയൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താണ് ഫോണോളജി എന്ന് പറഞ്ഞാൽ? ഫോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെക്കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ഫോണോളജി എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ ഒരുപാട് ശബ്ദങ്ങൾ വരുന്നുണ്ട് അല്ലേ? നമ്മൾ അക്ഷരമാല പറയുകയാണെങ്കിൽ ഈ മലയാളത്തിൽ പറയും, ABCD ഇംഗ്ലീഷിൽ പറയും അല്ലേ? അപ്പോൾ അവയൊക്കെ ശബ്ദങ്ങളായിട്ടാണ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഐഡിയൽ ഫോം എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള ശബ്ദമാണ്. ഒരു ശബ്ദത്തിൻ്റെ കൂടെ മറ്റൊരു ശബ്ദം കൂടെ വരുമ്പോഴാണ് അതൊക്കെ ഒരു മീനിങ്ങോ പലപ്പോഴും ഉണ്ടാവുന്നത്. സോ അത്തരത്തിലുള്ള ശബ്ദങ്ങളുടെ കോമ്പണൻറ്റുകളെയാണ് നമ്മൾ ഫോണോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് മോർഫോളജി. നമ്മൾ ബയോളജിയിൽ മോർഫോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് മോർഫോളജി? ബയോളജിയിലുള്ള മോർഫോളജി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഭാഗങ്ങൾ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അതേ അർത്ഥം തന്നെയാണ്, ഒരു വിശാല അർത്ഥം തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഉപയോഗിക്കുന്നത്. ഒരു ലാംഗ്വേജിൽ വാക്കുകൾ ഏത് രീതിയിൽ ക്രമപ്പെടുത്തണം, ഏതൊക്കെ രീതിയിലാണ് വാക്കുകൾ നിരത്തി വയ്ക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വരുന്നത് എന്ന് തീരുമാനിക്കുന്നതാണ് മോർഫോളജി. അടുത്ത കോമ്പണൻ്റാണ് മോർഫോളജി. ശബ്ദങ്ങൾ ചേർന്ന് എത്തരത്തിലാണ് ഒരു വാക്ക്, ഒരു വേർഡ് ഉണ്ടാവുന്നത് എന്ന് തീരുമാനിക്കുന്നത് ലാംഗ്വേജിൻ്റെ ഈ കോമ്പണൻ്റാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ മോർഫോളജി ഈസ് ദ സ്റ്റഡി ഓഫ് വേർഡ്സ്. വാക്കുകൾ എത്തരത്തിലാണ് രൂപപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മോർഫോളജി. അടുത്ത കോമ്പണൻ്റാണ് സിൻടാക്സ്. എന്താണ് സിൻടാക്സ് എന്ന് നോക്കാം. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സിൻടാക്സ് എന്ന വാക്കിന് ഗ്രാമർ എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ഭാഷയിലുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഏത് വാക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഈ വാക്ക് പറയുമ്പോൾ അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം എന്നീ കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഗ്രാമറുകളെല്ലാം തന്നെ സിൻടാക്സിന് ഉദാഹരണങ്ങളാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നീ കാര്യങ്ങളെല്ലാം ഓരോ ലാംഗ്വേജിനും വ്യത്യസ്തമാവുന്നത് അവയുടെ സിൻടാക്സ് വ്യത്യസ്തമാവുന്നത് കൊണ്ടാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഗ്രാമറുകൾ ഉണ്ടായിരിക്കും, അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. സോ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ ഭാഷയ്ക്കും വ്യത്യസ്തമായ സിൻടാക്സുകളായിരിക്കും, പക്ഷേ അവയ്ക്ക് കോമൺ ആയിട്ടുള്ള ഒരുപാട് സിമിലാരിറ്റികളും ഉണ്ടാവും. അവയെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ സംസാരിക്കാം. ഇപ്പോൾ സിൻടാക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. സിൻടാക്സ് ഈസ് ഗ്രാമർ. അടുത്ത കോമ്പണൻ്റാണ് സെമാൻറ്റിക്സ്. എന്താണ് സെമാൻറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെമാൻറ്റിക്സ് ഈസ് മീനിങ്. ഒരു വാക്കിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് സെമാൻറ്റിക്സ്. എല്ലാ വാക്കുകൾക്കും വ്യക്തമായ അർത്ഥമില്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ ഒരു ഭാഷയ്ക്ക് മീനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമാൻറ്റിക്സ് ഈസ് മീനിങ്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട്, ദാറ്റ് ഈസ് പ്രാഗ്മാറ്റിക്സ്. എന്താണ് പ്രാഗ്മാറ്റിക് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഷ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അവ നമുക്ക് ഉപയോഗിക്കാനും കൂടെ പറ്റണം. അത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ മോർഫോളജി, ഫോണോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് ആൻഡ് പ്രാഗ്മാറ്റിക്സ്. ഈ 5 കോമ്പണൻറ്റുകളും
നമുക്ക് ശരിക്കും ഒരു 3 ആസ്പെക്റ്റിൻ്റെ അകത്ത് പറയാൻ പറ്റും. അതായത് ഒരു ഭാഷയുടെ ക്രമീകരണങ്ങളെ, ശബ്ദത്തെയും വാക്കുകളെയും ഗ്രാമറിനെയും ക്രമീകരിക്കുന്നത് നമുക്കൊരു ഭാഷയുടെ ഫോമാക്കി പറയാം. അതായത് ഒരു ഭാഷയ്ക്ക് വ്യക്തമായ ഫോം കൊടുക്കുന്നത് ഏതൊക്കെയാണ്? എന്താണ് കണ്ടൻറ്റ്? നമ്മൾ ഒരു വാക്കിന് അർത്ഥം, വ്യക്തമായൊരു അർത്ഥം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു ഭാഷയെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ സെമാൻറ്റിക്സ് ഈസ് ദ കണ്ടൻറ്റ് ആൻഡ് യൂസ് ഈസ് ദ പ്രാഗ്മാറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ യൂസ് ഈസ് ദ പ്രാഗ്മാറ്റിക്സ്. അതായത് ഒരു ഭാഷയുടെ കോമ്പണൻറ്റുകളെ, 5 കോമ്പണൻറ്റുകളെ നമുക്ക് ഫോം, കണ്ടൻറ്റ്, യൂസ് എന്നീ കോമ്പണൻറ്റുകളാക്കി കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജ് ഡിസോർഡറുകളെ കുറിച്ചാണ്. നമ്മൾ ഇനി കൂടുതലും സംസാരിക്കാൻ പോകുന്നത്, ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലും അറിയാൻ പോകുന്നത് ഡിസോർഡറുകളെ കുറിച്ചാണ്, അല്ലേ? അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള, സംസാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. ഒരു കുട്ടിക്ക് ശരിയായ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭാഷാ വളർച്ച ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളതിനെ ചൈൽഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതേപോലെ മുതിർന്നൊരാൾക്ക് സ്ട്രോക്ക് കാരണമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനുള്ള, അതല്ലെങ്കിൽ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള, അല്ലെങ്കിൽ തിരിച്ച് കാര്യങ്ങൾ പ്രതികരിക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മുതിർന്നവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ അഡൾട്ട് ലാംഗ്വേജ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഭാഷാപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ചൈൽഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്നും, മുതിർന്നവർക്ക് ഭാഷാപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡൾട്ട് ലാംഗ്വേജ് ഡിസോർഡർ എന്നുമാണ് പറയുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ഇൻറ്റഗ്രലായിട്ടുള്ളൊരു ഭാഗമാണ്. ചില സയൻറ്റിസ്റ്റുകൾ ഭാഷയെ ലാംഗ്വേജിൻ്റെ സ്പീച്ചിൻ്റെ കോമ്പണൻ്റ് ആക്കി തന്നെ കണക്കാക്കാറുണ്ട്. പക്ഷേ പല ടെക്സ്റ്റ് ബുക്കുകളും ലാംഗ്വേജിനെ മറ്റൊരു ആസ്പെക്റ്റായി പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ 2 ആസ്പെക്റ്റായിട്ട് പറയുന്നത്. സ്പീച്ചിൻ്റെ ആസ്പെക്റ്റ് മറ്റൊന്നും ലാംഗ്വേജിൻ്റെ ആസ്പെക്റ്റ് മറ്റൊന്നുമായിട്ട് നമ്മൾ പറയുന്നത്. ടെക്നിക്കലി ലാംഗ്വേജിന് 5 കോമ്പണൻറ്റുകളാണുള്ളത്. ഈ 5 കോമ്പണൻറ്റുകളെ നമുക്ക് 3 ആസ്പെക്റ്റിലായിട്ട് പറയാം. ഫോം, കണ്ടൻറ്റ് ആൻഡ് യൂസ് എന്നുള്ള ആസ്പെക്റ്റിൽ. ഒരു കുട്ടിക്ക് ലാംഗ്വേജ് വളർന്നില്ല എങ്കിൽ അതിനെ ചൈൽഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്നും, മുതിർന്നവരിലാണെങ്കിൽ അതിനെ നമ്മൾ അഡൾട്ട് ലാംഗ്വേജ് ഡിസോർഡർ എന്നും പറയുന്നു. ഇനി നമുക്ക് സ്പീച്ചിൻ്റെ കോമ്പണൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പറയേണ്ട കോമ്പണൻ്റാണ് വോയിസ്. എൻ്റെ സംസാരത്തിൽ എന്നെ നിങ്ങൾ കാണുന്നില്ല എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ സംഭാഷണം കൊണ്ടാണ്. എൻ്റെ സംഭാഷണത്തിൽ ഉള്ള ആദ്യത്തെ കോമ്പണൻ്റ് എന്താണ്? എൻ്റെ വോയിസ് ആണ്. വോയിസ് ഈസ് ദ ലാരിഞ്ചൽ മോഡിഫിക്കേഷൻ ഓഫ് എയർ സ്ട്രീം. എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എയറിനെ ലാരിങ്സ് എന്നുള്ള നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് വെച്ച് ലാരിങ്സിലെ വോക്കൽ കോഡുകൾ എന്ന് പറയുന്ന മസിലുകൾ വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ശബ്ദമാക്കി മാറ്റി ആ ശബ്ദത്തിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയാണ് നമ്മൾ വോയിസ് എന്ന് പറയുന്നത്. When the air is pushed past the vocal folds with sufficient pressure, the vocal fold vibrate. ഇത്തരത്തിൽ പുറത്തേക്ക് വിടുന്ന എയറിനെ വോക്കൽ കോഡുകൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ ആ വോക്കൽ കോഡുകളുടെ വൈബ്രേഷൻ ഒരു ശബ്ദ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. അത്തരത്തിലുള്ള ശബ്ദ തരംഗങ്ങളാണ് നമ്മുടെ വോയിസിൻ്റെ പ്രധാന ഉപാധി. അതായത് നമ്മുടെ ശബ്ദം ഉണ്ടാവുന്നത് നമ്മുടെ വോക്കൽ കോഡുകളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വോക്കൽ കോഡുകളെ വോയിസ് ബോക്സ് എന്നും പറയാറുണ്ട്. സ്വനപേടകങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. സോ കോമ്പണൻ്റ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ ആസ്പെക്റ്റായ വോയിസ്. നമ്മൾ വോയിസിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് എന്താണ് വോയിസ്? വോയിസ് ഈസ് ദ ലാരിഞ്ചൽ മോഡിഫിക്കേഷൻ ഓഫ് അവർ പൾമണറി എയർ സ്ട്രീം. നമ്മൾ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന എയർ സ്ട്രീമിൻ്റെ ലാരിങ്സിൽ വെച്ചുണ്ടാകുന്ന ഒരു മോഡിഫിക്കേഷനാണ് എന്ത്? നമ്മുടെ വോയിസ്. ഇത് നമ്മുടെ വോക്കൽ കോഡുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ എയർ മോളിക്യൂൾസിൽ ഒരു ശബ്ദം ഉണ്ടാക്കുകയും ആ ശബ്ദം നമ്മുടെ വോക്കൽ ട്രാക്റ്റിലൂടെ നമ്മുടെ മുകൾ ഭാഗത്തിൽ നമ്മുടെ വായിലേക്ക് വരുമ്പോൾ നമ്മൾ വായ ചലിപ്പിക്കുന്നതിലൂടെ അതൊരു സ്പീച്ചായി മാറുകയുമാണ് ചെയ്യുന്നത്. അത് അടുത്ത ആസ്പെക്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി സംസാരിക്കും.
ഇനി നമുക്ക് നോക്കേണ്ടത് വോയിസിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വോക്കൽ കോഡുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷനാണ് വോയിസ് ഡിസോർഡർ. ഡാമേജ് ഇൻ ദ വോക്കൽ കോഡ് വിൽ ലീഡ്സ് വോയിസ് ഡിസോർഡേഴ്സ്. വോക്കൽ കോഡുകൾക്ക് ഡാമേജ് വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയെയാണ് നമ്മൾ വോയിസ് ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോയിസ് ഡിസോർഡറുകളെക്കുറിച്ചും ലാംഗ്വേജ് ഡിസോർഡറുകളെക്കുറിച്ചും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. വോക്കൽ കോഡുകൾക്ക് വരുന്ന അസുഖം കൊണ്ട് ഉണ്ടാവുന്ന ഡിസോർഡറുകളെയാണ് നമ്മൾ വോയിസ് ഡിസോർഡർ എന്ന് പറയുന്നത്. വോയിസ് കഴിഞ്ഞാൽ അടുത്ത ആസ്പെക്റ്റ് എന്താണ്? നമ്മൾ വോക്കൽ കോഡിലൂടെ ശബ്ദമുണ്ടായി, ആ ശബ്ദം നമ്മുടെ വായിൽ എത്തുന്നു അല്ലേ, ഓറൽ കാവിറ്റിയിൽ എത്തുന്നു. ഓറൽ കാവിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാവ്, ചുണ്ടുകൾ, താടിയെല്ലുകൾ ഇവയെല്ലാം കൂടി ചേർന്ന് ആ ശബ്ദത്തിനെ പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. വേഗതയിലുള്ള മൂവ്മെൻറ്റ് എന്നതാണ് ശരിക്കും ആർട്ടിക്കുലേഷൻ. മൂവ്മെൻറ്റ് എന്ന് തന്നെയാണ് ആർട്ടിക്കുലേഷൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം. ഇത്തരത്തിലുള്ള വേഗതയേറിയ മൂവ്മെൻറ്റിലൂടെ നമ്മൾ ശബ്ദത്തെ ഒരു സംസാര ശബ്ദമാക്കി മാറ്റുന്നു. സോ ആർട്ടിക്കുലേഷൻ ഈസ് ദ ഫിസിക്കൽ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ആൻഡ് അതർ വൺ ഈസ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. എന്താണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമായി മൂവ് ചെയ്യുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ചുണ്ടുകളും നാവും. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ, വളരെ കൃത്യമായി അവ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ നാവും ചുണ്ടുകളും എല്ലാം, നമ്മുടെ സോഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ യൂവിള പോലുള്ള ഭാഗങ്ങളെല്ലാം ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സംസാരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ തീരെ അനങ്ങുന്നില്ല. ഉദാഹരണത്തിന് മുകൾ ഭാഗത്തെ പല്ല്, അല്ലെങ്കിൽ ഹാർഡ് പാലറ്റ് എന്ന നമ്മുടെ നാവിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ. നമുക്ക് ഹാർഡ് പാലറ്റിൽ നാവ് കൊണ്ട് തൊടാൻ സാധിക്കും, പക്ഷേ ആ ഭാഗം എന്ത് ചെയ്യുന്നില്ല? സംഭാഷണത്തിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഭാഗം മാത്രമായിട്ട് അനങ്ങുന്നില്ല. വിച്ച് ഈസ് നോട്ട് ആക്റ്റീവ്ലി മൂവ് വൈൽ സ്പീച്ച്. ആ ഭാഗങ്ങളെയാണ് നമ്മൾ പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സിന് സ്ട്രക്ചറലായിട്ടോ ഫങ്ഷണലായിട്ടോ, അവയുടെ ആകൃതിയിലോ രൂപത്തിലോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉണ്ടാവുന്ന അസുഖത്തിന് അല്ലെങ്കിൽ കണ്ടീഷനെയാണ് നമ്മൾ സ്പീച്ച് സൗണ്ട് ഡിസോർഡർ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, മുച്ചുറി എന്നുള്ള കണ്ടീഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും. നാവിൽ കെട്ട് പോലുള്ള കണ്ടീഷനുകളും കണ്ടു കാണും. അപ്പോൾ നാവിൽ കെട്ട് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നാവ് ഉയർത്തി പല ശബ്ദങ്ങളും റ ട്ര പോലെയുള്ള നാവ് ഉയർത്തി പറയേണ്ട ശബ്ദങ്ങൾ സംസാരത്തിൽ വരുമ്പോൾ അത് കൃത്യമായി ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. അത്തരം സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ ശബ്ദം അങ്ങനെയല്ലല്ലോ ഉച്ചരിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് അത് ഫങ്ഷണൽ ആയിരിക്കും. ലൈക്ക് എന്താ, സ്ട്രക്ചറൽ മാത്രമല്ല, ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ ഫലത്തോടു കൂടി, കൃത്യമായ ഊർജ്ജത്തോടു കൂടി നാവ് പൊന്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും വീക്ക്നെസ് കാരണം, മുഖം കൂടിപ്പോകുന്ന അവസ്ഥകൾ കാരണം, അല്ലെങ്കിൽ തലച്ചോറിനുണ്ടായ ക്ഷതം കാരണം മുഖത്തേക്കുള്ള മസിലുകൾ തളർന്നു പോവുകയോ വീക്കാവുകയോ ചെയ്യുന്നതിലൂടെ കൃത്യമായ മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് നമ്മൾ ഫങ്ഷണൽ പ്രോബ്ലംസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അഥവാ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവരും തന്നെ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ റെക്കോർഡുകളിൽ, നിങ്ങളുടെ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത്
ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ഏതൊക്കെയാണ്, പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചിത്രം വരച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതും ആണ്. നമ്മുടെ സംസാരത്തിലുള്ള 2 കോമ്പണൻറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ശബ്ദവും മറ്റൊന്ന് ആർട്ടിക്കുലേഷനും. ശബ്ദവും ആർട്ടിക്കുലേഷനും മാത്രം മതിയോ? അത് മാത്രം പോരാ. നമ്മുടെ സംസാരം പുറത്തു വരുമ്പോൾ അതിന് ഒരു വ്യക്തമായ വേഗത നിർബന്ധമാണ്. അതിനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഫ്ലുവൻസി ഈസ് ദ എഫേർട്ട്ലെസ് ഫ്ലോ ഓഫ് സ്പീച്ച്. സംഭാഷണം ഒരു ഒഴുക്ക് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേഗതയിൽ തന്നെ, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ ആഗ്രഹിക്കുന്ന ഒരു വേഗതയിൽ തന്നെ പുറത്തേക്ക് വരണം. അല്ല എങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഫ്ലുവൻസി റെഫേഴ്സ് ടു കണ്ടിന്യൂറ്റി, സ്മൂത്ത്നെസ്, റേറ്റ് ആൻഡ് എഫേർട്ട് ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. അത്തരത്തിലുള്ള ഫ്ലോയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴാണ് നമ്മൾ ഫ്ലുവൻസി ഡിസോർഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിന്നു പോവുകയോ നമ്മൾ തപ്പിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഫ്ലുവൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിനാണ് വിക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടു കാണും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സിനിമകളിലോ സീരിയലുകളിലോ ആയി നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്പീച്ച് ഡിസോർഡറാണ് വിക്ക് എന്ന് പറയുന്ന സ്റ്റട്ടറിങ്. എന്താണ് വിക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്? ഒരാൾക്ക് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒരു ശബ്ദത്തെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ വിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If the forward flow of speech is affected, it is called as fluency disorder. ഫ്ലുവൻസി ഡിസോർഡറുകളിൽ ഒന്നാണ് വിക്ക്. പലതരത്തിലുള്ള ഫ്ലുവൻസി ഡിസോർഡറുകളുണ്ട്. അവ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ബസ്സിൽ കയറിയ ഉടനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സ്ഥലം പറയുമ്പോൾ ആ സ്ഥലത്തിലെ ആദ്യ വാക്കുകൾ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് വിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് കോമ്പണൻ്റ് ഓഫ് സ്പീച്ച്? വോയിസ്, ആർട്ടിക്കുലേഷൻ ആൻഡ് ഫ്ലുവൻസി. ശബ്ദം, ആർട്ടിക്കുലേഷൻ, ശബ്ദത്തിനുള്ള അല്ലെങ്കിൽ സംസാരത്തിൻ്റെ വേഗത. ഇവ മൂന്നുമാണ് സംസാരത്തിലെ കോമ്പണൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഏതെങ്കിലും കോമ്പണൻറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെയാണ് നമ്മൾ സ്പീച്ച് ഡിസോർഡർ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് വോയിസ് പ്രോബ്ലം വന്നാലും അത് സ്പീച്ച് ഡിസോർഡർ ഉണ്ടാക്കും. ഒരാൾക്ക് ആർട്ടിക്കുലേഷൻ പ്രോബ്ലം വന്നാലും സ്പീച്ച് ഡിസോർഡർ ഉണ്ടാക്കും. ഒരാൾക്ക് ഫ്ലുവൻസി പ്രോബ്ലം ഉണ്ടെങ്കിലും അതെന്തുണ്ടാക്കുന്നു? സ്പീച്ച് ഡിസോർഡറുകൾ ഉണ്ടാക്കുന്നു. സോ വോയിസ് ഡിസോർഡർ, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ ആൻഡ് ഫ്ലുവൻസി ഡിസോർഡേഴ്സ്, ഈ 3 തരത്തിലുള്ള ഡിസോർഡറുകളാണ് നമ്മൾ സ്പീച്ച് ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്.